കാരണം നിങ്ങൾ പ്രേമിച്ച് വിവാഹം കഴിക്കുക എന്നത് ഒരു നല്ല കാര്യമാണ്. കാരണം ഒരാളെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നല്ല രീതിയിൽ നിങ്ങളെ വളർത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ വളരെ നല്ല കാര്യം. കുട്ടികൾക്ക് മിക്കവാറും സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മനുഷ്യൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വിധിക്കലിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. നമ്മൾ ഒരാളെ അയാൾ വളരെ നല്ലതാണ് എന്ന് വിധിക്കുകയാണെങ്കിൽ അയാളുടെ ചീത്ത പ്രവർത്തികൾ ഒന്നും നമ്മുടെ കണ്ണിൽ പെടില്ല. അതുപോലെ തന്നെ ഒരാൾ ചീത്തയാണ് എന്ന് നമ്മൾ വിധിക്കുകയാണെങ്കിൽ അയാൾ പിന്നീട് എപ്പോഴും എന്തെങ്കിലും നല്ല കാര്യം ചെയ്താൽ പോലും നമ്മുടെ കണ്ണിൽ പെടില്ല. അതേസമയം അയാളുടെ ചീത്ത കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മുടെ കണ്ണിൽ വന്ന് പെടും. ആ ഒരവസ്ഥ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പ്രേമിച്ച് ഒളിച്ചോടി പോവാനൊക്കെ ശ്രമിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പാർട്ട്ണറെ ഒന്ന് ശ്രദ്ധിക്കുക, വിധിക്കാതെ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിനർത്ഥം നിങ്ങൾ മാച്ച് അല്ല എന്നുള്ളതാണ്. അതുപോലെ എപ്പോഴും നിങ്ങളോട് കടം വാങ്ങിക്കൊണ്ടാണ് നിങ്ങളുടെ പാർട്ട്ണർ നടക്കുന്നത് എങ്കിൽ ഫൈനാൻഷ്യലി ആ പാർട്ട്ണർ സ്റ്റേബിൾ അല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രേമിച്ച് ഒളിച്ചോടുമ്പോൾ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരുടെയും വീട്ടുകാർ സഹായത്തിനുണ്ടാവില്ല. അപ്പോൾ ആ കുട്ടിയെ നോക്കുന്ന ഒരവസ്ഥ ആ പെൺകുട്ടിയുടെ ബാധ്യതയായി മാറുന്നു. അപ്പോൾ പലരും ഇവിടെ കാണാനിടയായി 9 മാസം കഴിയുമ്പോഴത്തേക്കും ഈ പാർട്ട്ണറായ പുരുഷൻ ആ കുട്ടിയെ ഇട്ടിട്ട് പോവുകയും മദ്യപാനത്തിലും കഞ്ചാവിനുമൊക്കെ അടിമപ്പെട്ട് ഈ കുട്ടിയെ വളരെ ദ്രോഹിക്കുന്നതായിട്ടും കണ്ടു. പക്ഷെ രക്ഷിക്കാൻ ആരുമില്ല. അപ്പോൾ പ്രേമിച്ച് ഒളിച്ചോടാൻ പോകുന്ന ആൾക്കാർ പ്രത്യേകമായിട്ട് പരസ്പരം അറിയാനും ശ്രമിക്കുകയും അതോടൊപ്പം സ്വയം പരിരക്ഷയ്ക്കായിട്ട് ഒരു കരാട്ടയോ കുൻഫുവോ ഒക്കെ പഠിച്ചു വെക്കുകയും അതുപോലെ തന്നെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ ജീവിക്കാൻ പഠിക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം വിവാഹം കഴിക്കാൻ. കാരണം നമ്മുടെ സ്വന്തമായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതൊക്കെ കുറച്ച് വില കുറയാൻ തുടങ്ങും. സ്വന്തം വീട്ടിലെ മാവിനേക്കാളും നമുക്ക് അയൽവക്കത്തെ വീട്ടിലെ പേരക്കമ്മയിലോട്ട് നോക്കുന്നതായിരിക്കുമുള്ള സുഖം. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോൾ തൻ്റേതായി കഴിയുമ്പോഴത്തേക്കും പിന്നെ നോക്കണ്ട എന്നുള്ള ഒരു പ്രവണതയാണ് കാണുന്നതെങ്കിൽ അവർ ഇട്ടിട്ട് പോയാലും വളരെ സന്തോഷമായിട്ട് ജീവിക്കാനുള്ള ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ